പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷത്തെ നോമ്പ് കാലത്തിൻ്റെ പ്രാരംഭ ദിനമായ ഈ ചാമ്പൽ ബുധനാഴ്ച ഈ സന്ധ്യാരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുവിൻ. ആദ്യമായി കരുണാമയനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ നോമ്പ് ആചരിക്കുവാൻ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ ഒരു അവസരം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനായി ദൈവത്തിന് വീണ്ടും നന്ദി കരയറ്റുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, എന്നെ കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ഒരു തെറ്റിദ്ധാരണ നീക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മളുടെ പല സഭാംഗങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതാണ്, CSI സഭാംഗങ്ങൾക്ക് നോമ്പ് ഇല്ല എന്ന് പറയുന്നത്. ഇന്നും ഞാനത് കേട്ടു. എങ്ങനെയാണ് ഇങ്ങനെയൊരു ചിന്ത കടന്നു കൂടിയത് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ദക്ഷിണേന്ത്യ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമുക്ക് മറ്റ് വിശ്വാസ സമൂഹങ്ങളെപ്പോലെ തന്നെ നോമ്പ് ഉണ്ട് എന്ന് അടിവരയിട്ട് ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ വിശ്വാസത്തിൻ്റെയും നമ്മളുടെ ഭക്തി ആചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം, പ്രമാണം എന്ന് പറയുന്നത് നിശ്ചയമായും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് രൂപം കൊണ്ട നമ്മളുടെ ആരാധനാക്രമം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഓരോ സഭയും അവരുടെ ലിറ്റർജി, ആരാധനാക്രമം വളരെ ഭക്തിപൂർവം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആംഗ്ലിക്കൻ സഭയുടെ വളരെ പ്രസിദ്ധമായ
ലിറ്റർജി, ദ ബുക്ക് ഓഫ് കോമൺ പ്രെയർ, മലയാളത്തിൽ പ്രാർത്ഥനാക്രമം എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ പ്രാർത്ഥന, ആ ലിറ്റർജി, അതിലുള്ള ഓരോ വാചകങ്ങളും, ഓരോ പ്രാർത്ഥനയും, ഓരോ സ്തുതിസ്തോത്രവും നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിച്ച നോമ്പിലെ ആരാധനാക്രമം ദക്ഷിണേന്ത്യ സഭയുടെ ലിറ്റർജിയുടെ ഭാഗമാണ്. ഈ സീസണിലേക്ക് പ്രത്യേകം അതിൽ നിന്ന് എടുത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലെ ഓരോ പ്രാർത്ഥനയും, ഇതിലെ ഓരോ പ്രഖ്യാപനവും നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ആദ്യമായി ഞാനിത് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. CSI സഭാംഗങ്ങൾക്ക് നിശ്ചയമായും നോമ്പ് ഉണ്ട്. വളരെ ലളിതമായി എന്താണ് ഈ നോമ്പ്, എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ചുരുക്കമായി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി ഒരു ചോദ്യം. നിങ്ങൾ ഈ വർഷം നോമ്പ് ആചരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ആർ യു റെഡി ഫോർ ലെൻറ്റ്? അല്ലെങ്കിൽ ഈ വർഷത്തെ നോമ്പ് നമ്മൾ അതിൻ്റെ പ്രാരംഭ ദിനം ഇന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ അതിനെ ഗൗരവമായി ആണോ നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളും ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. ആർ വി റെഡി ഫോർ ലെൻറ്റ്? അങ്ങനെയാണ് എന്ന് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ തുടങ്ങട്ടെ. ഇന്ന് ഒരു പുതിയ സീസണിൻ്റെ, ഒരു പുതിയ കാലത്തിൻ്റെ നോമ്പിൻ്റെ ആരംഭമാണ്. 40 ദിനങ്ങളിലെ നോമ്പാണ്. പൗരസ്ത്യ സഭകൾ 50 ദിനത്തിലെ നോമ്പാണ്. ഈ നോമ്പ് എന്ന് പറയുന്നത് ആന്തരികമായ യാത്രയാണ്. അതിന് പുറമേയുള്ള പല ഘടകങ്ങളും ഉണ്ട്. എന്നാൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആത്മീയ യാത്രയാണ്. അവർ ഇൻവേർഡ് ജേണി. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ആ യാത്രയിലാണ് അനുതാപത്തിനും പുതുക്കത്തിനും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് വേണ്ടിയുള്ള ആഘോഷത്തിനും ആയി നാം ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ വളരെ വിശുദ്ധമാണ്. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. എൻ്റെ പാപങ്ങളെ നീക്കി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആംഗ്ലിക്കൻ സഭയുടെ ഒരു പാരമ്പര്യമനുസരിച്ച് ചില പള്ളികളിൽ, നമ്മുടെ നാട്ടിലെ CSI സഭകളിൽ ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ള ചിലയിടത്ത് അവരിപ്പോഴും അനുവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ചാമ്പൽ ബുധനാഴ്ച
ദേവാലയത്തിൽ വരുമ്പോൾ കാർമ്മികൻ അല്ലെങ്കിൽ വൈദികൻ ഓരോ വിശ്വാസിയുടെയും നെറ്റിയിൽ ചാരം പുരട്ടിയിട്ട് അവരോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. മനുഷ്യ, നീ പൊടിയാകുന്നു, നീ ചാരമാകുന്നു, നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പ് കാലത്ത്. റിമെമ്പർ, യു ആർ ഡസ്റ്റ് ആൻഡ് ടു ഡസ്റ്റ് യു വിൽ റിട്ടേൺ. ആർക്കും അഹങ്കരിക്കാൻ കഴിയില്ല. നാം എല്ലാവരും ഈ നോമ്പ് കാലത്ത് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്, ഞാൻ വെറും ചാരമാണ്, ഞാൻ ചാരമായിത്തീരും. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ, അതോടുകൂടിയാണ് നോമ്പ് ആചരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാർക്കൊക്കെ അവർക്കൊരു മെഡൽ മിക്കവാറും കാണുമല്ലോ, ഒരു സൈൻ ഓഫ് ഓണർ എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയുടെ സൈൻ ഓഫ് ഓണറാണ് ഈ ഓർമ്മപ്പെടുത്തൽ. നീ എന്നുമെന്നും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആളല്ല, നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് നോമ്പുകാലം ആരംഭിക്കുന്നത്. അതെന്നും നാം ഓർത്തിരിക്കണം. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ഓർമ്മപ്പെടുത്തൽ നമ്മളെ ഓരോരുത്തരെയും യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ നയിക്കുന്നു. യഥാർത്ഥമായ ഒരു ജെനുവിൻ ഫെയ്ത്ത്, ഒരു യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക എന്ന ഒരു ക്ഷണമാണ് ഈ നോമ്പുകാലം പ്രാരംഭ ദിനം തന്നെ നമുക്ക് ലഭിക്കുന്നു. നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതം ജെനുവിൻ ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മൾ ജീവിച്ചു വന്ന വഴിയും വിശ്വാസത്തിൻ്റെ വഴികളാണ്. എന്നാൽ അത് ആത്മാർത്ഥമായി ജെനുവിനായിട്ടുള്ള ഒന്നാണോ എന്ന് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. യേശു കർത്താവ് ചുറ്റുപാടും നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് പരീശന്മാരെയാണ്. പരീശന്മാരെ നോക്കിയപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭക്തി പലപ്പോഴും ഒരു പ്രകടനമാണ്. പ്രാക്ടീസിങ് പയറ്റി ഫോർ ഷോ. യേശു നേരിൽ കണ്ടതാണ്. ഇന്ന് അച്ഛൻ വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും യേശു കർത്താവ് പറഞ്ഞത് അവരുടെ മുഖത്ത് നോക്കി അവരോടാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ യഹൂദ പ്രമാണികളാണ്, യഹൂദ മത ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ഭക്തി വളരെ ജെനുവിനാണോ എന്ന് ഉള്ളൊരു വലിയ ചോദ്യം അവരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഭക്തി പലപ്പോഴും അത് ഒരു വെറും പ്രകടനമാണ്.
ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. നോമ്പിന് അടിസ്ഥാനപരമായി 3 തൂണുകളാണ് ഉള്ളത്. 3 തൂണുകൾ, മലയാളത്തിൽ ആ പദപ്രയോഗം നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 3 pillars of Lent. നോമ്പിൻ്റെ 3 പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങൾ അല്ലെങ്കിൽ തൂണുകൾ എന്ന് പറയുന്നത്, 1 പ്രാർത്ഥനയാണ്, 2 ഉപവാസമാണ്, 3 ദാനധർമ്മമാണ്. ഒരിക്കലും മറന്നു പോകരുത്, നോമ്പിൻ്റെ അടിസ്ഥാനമായ 3 കാര്യങ്ങൾ: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഈ 3 കാര്യങ്ങളും യേശു കർത്താവ് പറയുന്നത് രഹസ്യത്തിൽ ചെയ്യണമെന്നാണ്. അത് പരസ്യപ്പെടുത്തി ചെയ്യുവാനായിട്ടുള്ളതല്ല എന്ന് ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെ നമ്മൾ ഒരിക്കൽ കൂടെ കേട്ടു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവരുടെ കയ്യടി ലഭിക്കാനാണ്. അങ്ങനെ ഒരു നാളും അരുത്. യേശു കർത്താവ് അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ നല്ലതാണ്, എന്നാൽ അതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആത്മാർത്ഥതയാണ്. അത് വെറും ഷോയാണ്, വെറും പ്രകടനമാണ്, മറ്റുള്ളവരെ കാണിക്കുവാൻ. അതിനെ യേശു കർത്താവ് വെല്ലുവിളിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും അറിയാം. വളരെ സുന്ദരമായ ഭാഷയിൽ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ദീർഘമായി പ്രാർത്ഥിക്കുവാൻ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, പലപ്പോഴും അങ്ങനെ ആകുന്നത് ഒരു ഭക്തി പ്രകടനമായി മാറുന്നില്ലേ? അതിന് കാരണം യേശു കർത്താവ് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. എന്നാൽ ദൈവം നോക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തെയാണ്. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം എങ്ങനെയാകുന്നു എന്നുള്ളത് മുഖ്യമാണ്. പലപ്പോഴും നാം അത് ഓർക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ദൈവം നമ്മളുടെ ഹൃദയത്തെ കാണുന്നു, നമ്മളുടെ ചിന്തകളെ കാണുന്നു എന്നുള്ളത് പലപ്പോഴും നാം ഓർക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ പരസ്യ ആരാധനയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ആരാധന, ദേവാലയത്തിലെ കൂടിവരവും ആരാധനയൊക്കെ യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ വ്യക്തിഗതമായി ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത്, ദൈവത്തോട് ഇടപെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കണം. 51 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കണം എന്നോട് കാരണം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ്. ചുറ്റുപാടും നിന്നവരെ കേൾപ്പിക്കാനായിരുന്നില്ല, ആ ഹൃദയത്തിൻ്റെ ഞരക്കമായിരുന്നു. അതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കണം. രണ്ടാമത്തെ തൂണ് എന്ന് പറയുന്നത് ഉപവാസമാണ്. ഉപവസിക്കുമ്പോൾ പരീശന്മാരുടെ ഇടയിൽ ഒരു പതിവുണ്ടായിരുന്നു. അവരുപവസിക്കുന്നു എന്ന് 4 പേരറിയുവാൻ അവരുടെ മുഖമൊക്കെ നീട്ടി വളരെ മൗനമായി, വളരെ ഗ്ലൂമിയായി ആ സങ്കടഭാവമൊക്കെ മുഖത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് ആയിരുന്നു അവർ ഉപവസിച്ചിരുന്നത്. കാരണം അത് മറ്റുള്ളവരുടെ അറ്റൻഷൻ അതിനു വേണ്ടിയായിരുന്നു. ഞാൻ ഉപവസിക്കുന്നു എന്ന് എല്ലാവരും അറിയണം. മറ്റുള്ളവരുടെ കയ്യടി ഉണ്ടാവണം, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ചിന്തിക്കുന്ന സമീപനമുള്ള ആളുകളുണ്ട്. അവർ ഉദാഹരണത്തിന് ഒരു വലിയ സദ്യയോ ഒരു പാർട്ടിയോ ഒക്കെ നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ മാത്രം ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചുറ്റുമുള്ളവർ ചോദിക്കും, നീ എന്താ കഴിക്കാതിരിക്കുന്നത്? ഉടനെ പറയണം, ഞാൻ നോമ്പാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ എൻ്റെ നോമ്പ്, എൻ്റെ ഭക്തിയുടെ ആ പ്രകടനം മറ്റുള്ളവരറിയണം. ഇത് പലപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ച് കണ്ടുവരുന്ന ഒന്നാണ്. യേശുകർത്താവ് അതിന് എതിരായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്ത് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഉപവസിക്കരുത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഉള്ള ഉപവാസമല്ല വേണ്ടത്. ഈ ഉപവാസം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ഡിസിപ്ലിനാണ്, അതൊരു അച്ചടക്കമാണ്. ഞാൻ പറഞ്ഞല്ലോ, നോമ്പെന്ന് പറയുന്നത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഒരു യാത്രയാണ്, ആത്മീയ യാത്രയാണ്. ആ ഒരു ഇൻവേർഡ് ജേണിയിൽ നമുക്കൊരുപാട് അച്ചടക്കം ആവശ്യമാണ്. ആ അച്ചടക്കത്തിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഉപവാസം. അതിൻ്റെ ഭാഗമാണ് വർജനം. ചിലതൊന്നും എനിക്ക് വേണ്ട, ഞാനത് വേണ്ട എന്ന് വയ്ക്കുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ, ആ ഭക്ഷണമൊക്കെ മോശമായതുകൊണ്ടല്ല, ഞാൻ മനഃപൂർവ്വമായി അതിനെ വർജിക്കുന്നത് ഒരു ഡിസിപ്ലിനാണ്. ഞാൻ ആത്മീയ യാത്രയിലാണ്. ആ യാത്ര കാൽവറി ക്രൂശിലേക്ക് എൻ്റെ കർത്താവിനോട് കൂടെയാണ്. അതിൽ നിന്ന് എൻ്റെ ശ്രദ്ധയെ അകറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അകറ്റി നിർത്തുക. അതിലൊന്നാണ് വർജനം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ആളുകൾക്കുണ്ട്. നോമ്പെന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും മുട്ടയും പാലും കഴിക്കാതിരിക്കുക. അതെങ്ങനെയോ നമ്മുടെ ഇടയിൽ കടന്നുകൂടിയ ഒരു തെറ്റിദ്ധാരണയാണ്. നിശ്ചയമായും ഒരുപാട് ആർത്തിയോടുകൂടെ സുഖലോലുപതയിൽ ഭക്ഷണം നന്നായി കഴിക്കുന്നത് ഒക്കെ നമ്മളുടെ ആത്മീയമായിട്ടുള്ള അച്ചടക്കത്തിന് തടസ്സമാണ്. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് നമ്മളുടെ ആത്മീയ യാത്രയിൽ മുഖ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോമ്പ് ആരംഭിക്കുമ്പോൾ
നമ്മൾ ഓർത്തിരിക്കണം. ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും, ഭക്ഷണത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളുണ്ടല്ലോ, അതെല്ലാം വർജിക്കണം. കാരണം നമ്മുടെ യാത്ര ആത്മീയമാണ്. അതിന് തടസ്സം നിൽക്കുന്നതെല്ലാം വർജിക്കണം. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. യേശു കർത്താവ് വളരെ ശക്തമായി ശിഷ്യന്മാരോടും യേശുവിനെ കേട്ട ആളുകളോടും പറഞ്ഞത്, നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങൾ മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നവരായിരിക്കും. ആത്മീയതയുടെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ കരുതുക എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകം ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ദാനധർമ്മം ഏറെ പ്രധാനമാണ്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തെങ്കിലും ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ റെക്കഗ്നീഷൻ, അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല, അത് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടത് ആ സ്നേഹത്തിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നത് മാത്രമാണ്. പണം കൊടുക്കുന്നത് മാത്രമല്ല, ഒരുപാട് നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മളുടെ സമയം നമുക്ക് കൊടുക്കാൻ കഴിയും. മറ്റൊരാൾക്ക് വേദനയിലുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം യേശു കർത്താവിൻ്റെ ഹൃദയമായിരിക്കണം നമ്മുടെ ഹൃദയം. നോമ്പ് കാലത്ത് അല്പം കൂടെ യേശുവിനെ പോലെ ആയിത്തീരുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ 3 കാര്യങ്ങൾ, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഇത് നാം ചെയ്യുന്നത് നമുക്കൊരു അംഗീകാരം കിട്ടാനല്ല, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാനാണ്. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവം നോക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങളെയാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കാണുന്ന ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത്, നോമ്പ് എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ ആചാരം അല്ല. നോമ്പ്, Lent is not an outward ritual. ബാഹ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം, പക്ഷെങ്കിൽ നോമ്പ് എന്ന് പറയുന്നത് ഒരു ദൈവവുമായിട്ട് അടുത്ത് ഇടപെടുന്നതിനുള്ള ഒരു സമയമാണ്. ആൻ ഇൻവേർഡ് കോൺവെർസേഷൻ വിത്ത് ഗാഡ്. ദൈവവുമായിട്ട് നാം സംസാരിക്കുന്നതിനുള്ള സമയമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല,
ഹൃദയങ്ങളെ കീറി മുറിക്കുവിൻ. റെൻഡ് യുവർ ഹാർട്ട്സ്, നോട്ട് യുവർ ക്ലോത്ത്സ്. ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തെ നാം ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം എവിടെയാണ് എന്ന് ബോധ്യത്തോടുകൂടെ നാം നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യുവാനായിട്ട് കഴിയൂ. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണം, നിൻ്റെ ദയയ്ക്ക് തകണം. ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ഞാൻ അങ്ങിൽ നിന്ന് അകന്നുപോയി. എന്നോട് ക്ഷമിക്കണമേ. റിപ്പൻറ്റൻസ്, അതാണ് നോമ്പിലെ നാം ചെയ്യേണ്ടത്, നമുക്കുണ്ടാകേണ്ടത്. വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മളുടെ കുറവുകളെ നാം ഏറ്റുപറയണം. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയണം, എന്ന് പ്രാർത്ഥിക്കണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് നാം പാപക്ഷമ പ്രാപിക്കണം. അതുകൊണ്ട് ഹൃദയങ്ങളെ കീറി ആ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഈ 40 ദിനത്തിലെ നോമ്പുകാലം നമുക്ക് ഇടയാകട്ടെ. മൂന്നാമതൊരു കാര്യം കൂടെ, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിൻ്റെ പ്രതിഫലം? എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഈ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിഫലം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു അംഗീകാരമല്ല. നോട്ട് എ വേൾഡ്ലി റെക്കഗ്നിഷൻ. ഇവൻ ഭക്തനായ മനുഷ്യനാണ്, ഇവൻ ഭക്തയായ ഒരു സ്ത്രീയാണ് എന്ന് ലോകം നമ്മളെക്കുറിച്ച് നോക്കി പറയുന്ന ആ അംഗീകാരമല്ല. കർത്താവുമായിട്ട് ആ നിരപ്പിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമാണ്. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ ഓർക്കുന്നത്, ജോയ് ഓഫ് റെക്കൺസിലിയേഷൻ. ഇത്രയും നാൾ ഞാൻ കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ. ഏറ്റവും വലിയ റിവാർഡ് അതാണ്, ദ ജോയ് ഓഫ് റെക്കൺസിലിയേഷൻ. അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ സമാധാനം, ആ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്ന ആ പുത്തൻ സാഹചര്യം. അതുകൊണ്ട് ഈ നോമ്പുകാലം ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളെയും നമുക്ക് ഉപേക്ഷിക്കാം. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് തിന്മകൾ നമ്മുടെ വാക്കിലെ പ്രവൃത്തിയിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ വന്നത്, നമ്മുടെ സ്വാർത്ഥതയിലെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ നമ്മുടെ കർത്താവിനോടുകൂടെ ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ നമുക്ക് കഴിയും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ രക്ഷകനുമായിട്ടുള്ള ആ പുതിയ ബന്ധത്തിൽ വരുവാൻ ഈ നോമ്പുകാലം ആ ദൈവത്തെ ഒന്നുകൂടെ കണ്ടെത്തുവാൻ, റീഡിസ്കവറിങ് ഗോഡ്സ് ലവ്, ദൈവം എത്രമാത്രം സ്നേഹവാനാണെന്ന് ഒരിക്കൽ കൂടെ കണ്ടെത്തുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും
സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.